രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം. അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അത് രാജ്യത്തെ ഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. മുസ്ലിം ലീഗ് പുൽപ്പറ്റ പഞ്ചായത്ത് സമ്മേളനത്തിൽ സാദിഖ് അലി തങ്ങൾ നടത്തിയ ഈ പ്രസംഗമാണ് വിവാദമായത്. രാമക്ഷേത്ര നിർമ്മാണം രാജ്യത്തെ ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹമാണെന്ന തങ്ങളുടെ പരാമർശത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് INL ഉയർത്തിയത്. മതേതര ഇന്ത്യക്ക് അപമാനകരമായ നിലപാടാണ് സാദിഖ് അലി തങ്ങളുടേത്. പ്രസ്താവന അപകടകരമെന്നും മുസ്ലിം വിരുദ്ധ നിലപാടാണിതെന്നും INL സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം NK അബ്ദുൽ അസീസ് പറഞ്ഞു. മുസ്ലിം സമുദായത്തിന് വിരുദ്ധമായ നിലപാടാണ് ലീഗ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന പ്രസ്താവനയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ രാമരാജ്യം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ രാമരാജ്യത്തെ മതനിരപേക്ഷ കക്ഷികൾ എല്ലാവരും അംഗീകരിക്കുന്നു. ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത് RSSന്റെ രാമരാജ്യമാണ്. പരാമർശം ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ലെന്ന് പറഞ്ഞ PK കുഞ്ഞാലിക്കുട്ടി BJPയുടെ കെണിയിൽ വീഴരുതെന്നാണ് തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥമെന്നും പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല, നിങ്ങളത് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല. BJP ഉദ്ദേശിക്കുന്നത് കൂടുതൽ കലക്കുണ്ടാക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കെണിയിൽ വീഴരുത്. രാമക്ഷേത്ര അനുകൂല പരാമർശത്തിൽ സാദിഖ് അലി തങ്ങളെ ന്യായീകരിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയത്. സംഘർഷം ഒഴിവാക്കാനാണ് സാദിഖ് അലി തങ്ങൾ അത്തരമൊരു പ്രസ്താവന നടത്തിയതെന്നായിരുന്നു VD സതീശന്റെ വ്യാഖ്യാനം. സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, വെള്ളത്തിന് തീപിടിപ്പിക്കാൻ വേണ്ടി തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ ശ്രമിക്കുന്ന ഒരു കാലത്ത് സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് തന്നെ പറയുന്നത് വലിയ കാര്യമാണ്. അതേസമയം സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവനയ്ക്കെതിരെ സമൂഹമാധ്യമങ്ങളിലടക്കം വിമർശനം ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.